ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളിപ്പോൾ സൺഡേ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ രാവിലെ 5 മണി ആയതേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ കുളിച്ച് റെഡിയായിട്ടൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ ഇവിടെ ചവറയ്ക്ക് അടുത്ത് കാട്ടിൽ അമ്പലം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ഓൾമോസ്റ്റ് പോകാത്തവർ കുറവായിരിക്കും. അപ്പം നമ്മൾ വിചാരിച്ചത് സൺഡേ ആയതുകൊണ്ട് രാവിലെ കാട്ടിലമ്മ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. കുറേ നാളായി ഇങ്ങനെ പോകണം എന്ന് പറയുന്നത്. അപ്പം ഇന്നാണ് ഒത്തത്. അപ്പം കണ്ണച്ചേട്ടൻ റെഡി ആകുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതേ റെഡിയായിയൊക്കെ വരുന്നേ ഉള്ളൂ. ഇനിയിപ്പം ആടയാഭരണങ്ങളൊക്കെ ഇട്ടാൽ റെഡിയായിട്ട് നമുക്ക് അങ്ങ് പോവാം. ഇപ്പോൾ ഡ്രസ്സ് വന്നിട്ട് മിന്ത്ര എന്നാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. ഒരു 5-6 മാസം മുന്നേ വാങ്ങിച്ചാണ്. ഞാനിത് 5-6 മാസം മുമ്പേ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്തിട്ടും ഇതിൻ്റെ ത്രെഡോ ഒന്നും പോയിട്ടില്ല, കളറൊന്നും ഫെയ്ഡ് ആയിട്ടില്ല കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞ 5-6 മാസം മുന്നേ വാങ്ങിച്ച ഡ്രസ്സാണ്. ഞാൻ ഇതിൻ്റെ ലിങ്കും വീഡിയോയിൽ കാണിക്കാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം കേട്ടോ. നല്ലൊരു ഡ്രസ്സാണ്. ഒരു 4000 റേഞ്ചിന് അടുത്തായിട്ടുണ്ട്. കണ്ണച്ചേട്ടൻ്റെ ഗിഫ്റ്റായിരുന്നു മാരേജ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഗിഫ്റ്റ്. അപ്പം നല്ല ഡ്രസ്സാണ്. ഫുള്ള് ത്രെഡ് വർക്കിൽ വരുന്ന ഒരു ചുരിദാറാണ്. നമുക്ക് വാഷ് ചെയ്തിട്ട് കുറേ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കളർ ഫെയ്ഡ് ആവുമോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. സൗണ്ടിന് ചെറിയൊരു പ്രശ്നം വന്നു. അപ്പം ഞാൻ അതുകൊണ്ട് ഓഡിയോ മെസ്സേജ് ഇടുന്നത്. അപ്പം നമ്മുടെ ആഭരണപ്പെട്ടിയൊക്കെ തുറന്നു, കമ്മലും വളയൊക്കെ എടുത്തു. കമ്മൽ മിന്ത്രയിൽ നിന്ന് തന്നെ വാങ്ങിച്ചാണ് കേട്ടോ. അതിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. കമ്മലും വള എടുക്കുന്നുള്ളൂ. ഒരുപാട് വലിയ മാലയും വളയൊക്കെ ഉണ്ടെങ്കിലും അമ്പലത്തിൽ പോകുന്നുണ്ട് ജസ്റ്റ് സിമ്പിളായിട്ട് പോകാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ഇതാ കേട്ടോ കമ്മലെടുത്തേക്കുന്നത്. ആ സൽവാറിൻ്റെ കൂടെ പേൾസ് വെച്ച ഇയറിങ്സ് ആണ് കൂടുതലും സ്യൂട്ടായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരുങ്ങാം. വരുന്നതും മിന്ത്രയിൽ നിന്ന് തന്നെയാണ്. എൻ്റെ ഓൾമോസ്റ്റ് മിക്ക ഡ്രസ്സും മിന്ത്രയിൽ നിന്നൊക്കെ തന്നെയാണ് കേട്ടോ. ഓൺലൈൻ ഡ്രസ്സൊക്കെയാണ് ഞാൻ കൂടുതലും വാങ്ങിക്കുന്നത്. ഇത് ഞാൻ തന്നെ വാങ്ങിച്ചാൽ കേട്ടോ. വലിയ വിലയൊന്നും ഇല്ലാത്ത ഇയറിങ്സ് ആണ്. പേൾസൊക്കെ വെച്ച് ഡ്രോപ്പൊക്കെ ഉള്ള ഇയറിങ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ കമ്മലും ഇട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ച് റെഡിയായിട്ട് നമുക്ക് പോയിട്ട് വരാം. നമ്മളങ്ങനെ റെഡി ആയിട്ട് ഒരു 6:40 ഒക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് കേട്ടോ. കാറൊക്കെ പാർക്ക് ചെയ്തു. കാറൊക്കെ പാർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നമ്മൾ ചെന്നിട്ട് ജങ്കാറെ കയറണം. എനിക്കൊന്ന് പോയിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും. ഒരുപാട് നേരം നിൽക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് അമ്പലം. നമുക്ക് കുറച്ച് നേരം ഒന്ന് 1 മിനിറ്റ് പോലും ഇല്ലെന്ന് തോന്നുന്നു ജങ്കാറിലൊന്ന് നിൽക്കാൻ വേണ്ടി. തൊട്ടടുത്ത് തന്നെയാണ് അമ്പലത്തിലോട്ട് നമുക്ക് പോകാം. ജങ്കാറിലേ പോകാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ജങ്കാറും ഉണ്ട്, വള്ളമുണ്ട്. വള്ളത്തിലും പോകാം. കൂടുതൽ ആൾക്കാരും ജങ്കാറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ആ കാണുന്നിടത്ത് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാവേ. ഇഷ്ടംപോലെ സ്ഥലമുണ്ട് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ. അപ്പോൾ മോർണിംഗ് സൺഡേ ആയിട്ടാണെന്ന് തോന്നുന്നു കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ അമ്പലത്തിലോട്ട് പോവുകയാണ്. നമ്മളങ്ങനെ അമ്പലത്തിലൊക്കെ കയറി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കേട്ടോ. എല്ലാ പരിപാടികളും കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് കാട്ടിലമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും പെട്ടെന്ന് ഈ മണി കെട്ടുന്നതായിരിക്കും ഓർമ്മ വരുന്ന. ആലയിൽ മണി കെട്ടി ആ മണി കിലുങ്ങുന്ന സൗണ്ട് കേൾക്കാൻ അവിടുത്തെ കാട്ടിലമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്നിങ്ങനെ പറയുന്ന കേൾക്കാം. അപ്പോൾ അതാണ് അവിടുത്തെ ചെറിയൊരു ഐതിഹ്യം. അതുകൊണ്ടാണ് എല്ലാവരും അവിടെ പോയി ആൽമരത്തേൽ ഇങ്ങനെ മണി കെട്ടി നമ്മുടെ മനസ്സിലെന്താണ് ഒരു കാര്യമുള്ള അതൊക്കെ പ്രാർത്ഥിച്ച് എല്ലാവരും മണിയൊക്കെ കെട്ടുന്നത്. അതാണ് എനിക്കൊന്ന് മണി കെട്ടുന്ന അമ്പലം എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് എല്ലാവർക്കും പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഞങ്ങളവിടെ ചുമ്മാ കുറച്ചൊന്ന് കറങ്ങിയിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ അടുത്ത് കടലും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആ തിരമലയുടെ സൗണ്ടൊക്കെ കേൾക്കാം. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. അമ്പലത്തിൽ പോലെ നമുക്ക് പെട്ടെന്ന് തോന്നത്തില്ല. ഒരു കുഞ്ഞിക്കുതിരയും കണ്ടു കേട്ടോ. ഞങ്ങൾ എപ്പോഴും പോകുന്ന അമ്പലമാണെങ്കിലും അവിടെ കുതിരയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. എനിക്കൊന്നും ആരെങ്കിലും കൊണ്ട് വിട്ടതാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ആദ്യമായിട്ട് ഒരു വലിയ കുതിരയുണ്ട്, ഒരു കുഞ്ഞിക്കുതിരയും കണ്ടു. അപ്പോൾ അതിങ്ങനെ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ നടക്കുക. തീരെ കുഞ്ഞു കുതിര കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചുകൂടെ ഒരു വലിപ്പം തോന്നും, പക്ഷേ ഒരു കുഞ്ഞു കുതിര അത്. അപ്പോൾ അടുത്ത് ബീച്ചുണ്ട്. പക്ഷേ ബീച്ചിൻ്റെ അടുത്ത് കല്ലൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചേക്കുവാണ്. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. പോയി നിൽക്കുന്നുണ്ട് ആൾക്കാരെയൊക്കെ അവിടെ. കല്ലൊക്കെ കെട്ടി വെച്ച് സേഫാക്കി വെച്ചേക്കുവാണ്. അവിടെ നമുക്ക് നിൽക്കുന്നതിനൊന്നും കുഴപ്പമില്ല. അമ്പലത്തിൻ്റെ അടുത്ത് ചേർന്ന ഈ കടലിൻ്റെ നമുക്ക് സൗണ്ട് കേൾക്കാം, നല്ലോണം കേൾക്കാൻ പറ്റും. അവിടെ തന്നെ ഹോട്ടലും ഉണ്ട് കേട്ടോ. ചെറിയ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. അപ്പോൾ നമ്മളവിടെ കയറി കാപ്പി 2 ഉള്ളിവടയൊക്കെ കഴിച്ച് റിലാക്സ് ആയിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവടയും കാപ്പിയായിരുന്നു കേട്ടോ. ആ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ തന്നെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഹോട്ടലുണ്ട്, വാഷ്റൂമുണ്ട്. ലേഡീസിനാണെങ്കിലും ആ കാര്യത്തിലൊന്നും പേടിക്കേണ്ട എല്ലാ സൗകര്യങ്ങളും അമ്പലത്തിൽ ചേർന്നുണ്ട്. അപ്പം പോയിട്ടില്ലാത്തൊരു പ്രാവശ്യം ഒന്ന് പോയി നോക്കണം. അപ്പം നമ്മൾ ചെറുതായിട്ട് അവിടേക്ക് ഒന്നുകൂടെ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ സൺഡേയിലെ മോർണിംഗ് വ്ളോഗ്. അടുത്ത വ്ളോഗിൽ കാണാൻ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. ടാറ്റാ.